വന്യ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള സെമിനാരിക്കാരെ, യുവജനങ്ങളെ, സൺഡേ സ്കൂൾ അധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ എപ്പിസ്കോപ്പൽ സിനഗദോസിന്റെ തീരുമാനപ്രകാരം ഈ വർഷം നമ്മളുടെ സഭയിൽ എല്ലാ രൂപതകളിലും അവധിക്കാല ബൈബിൾ ക്ലാസ് ക്രമീകൃതമായി നടത്തുവാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ രൂപതയുടെയും സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവധിക്കാലങ്ങളിൽ നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ബൈബിൾ പ്രബോധനം നടത്തണം എന്നുള്ളതാണ് സഭയുടെ പൊതുവായ തീരുമാനം. ആ തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് ബത്തേരി രൂപതയിൽ നമ്മളുടെ മതബോധന വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന വന്യ ക്രിസ്തുമന്ദിരം അച്ഛനും അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് അവധിക്കാല ബൈബിൾ ക്ലാസ് വളരെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ അനുമോദിക്കുകയും നിങ്ങളുടെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഏപ്രിൽ 15 മുതൽ മെയ് മാസം വരെയാണ് ഈ ക്ലാസ്സുകൾ നടത്തുകയെന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അപ്പോൾ ഈ ക്ലാസ്സിന് വേണ്ടി പ്രത്യേകം പരിശീലനം സ്വീകരിച്ച ടീം നമ്മുടെ 10 വൈദിക ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ദേവാലയങ്ങളിൽ അത് ഭംഗിയായിട്ട് നടത്തണമെന്ന് എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. അവധിക്കാല ബൈബിൾ ക്ലാസ് ആരംഭിക്കുന്നത് നമ്മുടെ മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ആദ്യ കാലങ്ങളിൽ സഭയിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന വിശ്വാസികളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം പഠിപ്പിക്കുന്നതിനും നമ്മുടെ ആരാധനാക്രമത്തിൽ അവരെ ബലപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളെ ചെയ്തതിനൊക്കെയുള്ള ഒരു ചെറിയ പ്രോഗ്രാമായിട്ടാണ് അത് ആരംഭിച്ചത്. പിന്നീട് നമ്മളുടെ സഭയുടെ മതബോധന പ്രവർത്തനം അത് ഏറ്റെടുത്തു. അതിന്റെ വികസിതമായ രൂപത്തിൽ നമ്മുടെ സെമിനാരികളിലും ഇപ്പോൾ പരിശുദ്ധ സിനഗദോസം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൈവികമായ ശുശ്രൂഷയാണ് അവധിക്കാല ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നു. ഈ ബൈബിൾ ക്ലാസ് ഈ വർഷം നമ്മളെ പ്രത്യേകമായ ഒരു സന്ദേശം കൊടുക്കുവാൻ വേണ്ടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ സന്ദേശം പിതാവായ ദൈവത്തിന്റെ സ്നേഹം കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷയായി കടന്നു വന്നത് എല്ലാവരെയും അറിയിക്കുകയും അത് സ്വീകരിച്ചവരെ ആ വിശ്വാസത്തെ പ്രബോധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ബൈബിൾ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ വചനം അറിയിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തു നൽകിയതായ സ്നേഹത്തിന്റെയും കാരുണ്യത്തിൻ്റെതുമായ അനേകം ശുശ്രൂഷകളെ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസത്തിൽ വളരുവാനും വിശ്വാസ ബോധ്യമുള്ളവരായി തീരുവാനും ആ വിശ്വാസത്തില് സന്തോഷിക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവധിക്കാലത്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ് ഈ അവധിക്കാല ക്ലാസ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ വൈദികരെ വളരെ ശ്രദ്ധയോടെ പങ്കെടുക്കുന്നു. സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യങ്ങളുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകര്, യുവജനങ്ങള്, അവധിക്കാലത്ത് നമ്മുടെ ശുമാശന്മാർ, ഇവർക്ക് എല്ലാവർക്കും നല്ല പരിശീലനവും വിശ്വാസ ബോധ്യം ഉണ്ടാകുവാനായിട്ടുള്ള ദർശനത്തോടു കൂടിയാണ് ഈ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ടാമതായി നമുക്ക് അറിയാവുന്ന പോലെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് വെളിപ്പെട്ടത്. നമ്മളെ ക്രിസ്ത്യാനിപ്പാഴ്ചയും ഈസ്റ്ററും ഒക്കെ ആഘോഷിച്ചു കഴിഞ്ഞ് പൊതു ഞായറാഴ്ചയൊക്കെ പിന്നിട്ട് പോകുമ്പോൾ പിതാവായ ദൈവം മനുഷ്യകുലത്തെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ മഹത്വവും അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട യേശുവിന്റെ കുരിശുമരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും ഒക്കെ ആകുന്ന നമ്മളുടെ രക്ഷയുടെ രഹസ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആഴത്തില് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വിശ്വാസ ബോധത്തെ വളർത്തുന്നതോടൊപ്പം തന്നെ
വിശ്വാസ ജീവിതത്തിന്റെ നന്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ, മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ അത് പങ്കുവയ്ക്കുവാൻ, ദേവാലയ കൂട്ടായ്മകളിൽ പങ്കുവയ്ക്കുവാൻ, നമ്മുടെ അടുത്ത് ജീവിക്കുന്നതായിട്ടുള്ള ആൾക്കാർ ആ സ്നേഹത്തിന്റെ കാരുണ്യം തിരിച്ചറിയുവാൻ, പൊതുസമൂഹത്തിലെല്ലാം യേശുക്രിസ്തുവിലൂടെ കടന്നു വന്ന രക്ഷയും സ്നേഹവും കരുണയും പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയുടെ അടിസ്ഥാനമായിട്ടാണ് അത് നിലനിൽക്കുന്നത്. പ്രകാരം കൊടുക്കുന്ന അവസരത്തിൽ നമ്മൾ ഈ ബൈബിൾ ക്ലാസ്സുകൾ വഴിയായി ശ്രമിക്കുന്ന രണ്ടാമത്തെ കാര്യം, നമ്മുടെ സഭയിലെ പൊതുവായും ബത്തേരി രൂപതയിലെ പ്രത്യേകമായിട്ടും ദൈവവിളികളെ ധാരാളമായിട്ട് വളർത്തിയെടുക്കുവാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതായ ഒരു പ്രബോധനം കൂടിയാണ്. വൈദികരെയും സന്യസ്തരെയും സഭാപ്രവർത്തകരെയും സെമിനാരിക്കാരെയൊക്കെ കുട്ടികൾക്ക് തിരിച്ചറിയുവാനും അവരുടെ ശുശ്രൂഷകളെ മനസ്സിലാക്കുവാനും ഒരു പുരോഗമനം സന്യാസിയൊക്കെ ആയിത്തീരുന്നുള്ള മഹത്വവും സന്തോഷമൊക്കെ കുട്ടികൾക്ക് അറിയുവാനുമായിട്ടുള്ള അവസരമാണ്. പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുന്ന അവസരത്തിലാണ് സൽചിന്തകള്, ദൈവബോധം, കാരുണ്യം, നന്മ ഒക്കെ അവർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധ്യം. അതുകൊണ്ട് ഈ അവധിക്കാല ബൈബിൾ ക്ലാസിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുകയും അത് സഭയുടെ പ്രത്യേകമായ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഇടവകളെയും സഭാ കൂട്ടായ്മയും ബലപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വിളികളും ഒക്കെ നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ സഭാ കൂട്ടായ്മകളുടെ ഇടവകളിലൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് മാറ്റി ഇവിടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുക. ഈ ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഇടവകൾക്ക് വേണ്ടിയും വിശ്വാസ സമൂഹത്തിന് മുഴുവൻ വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ പ്രാർത്ഥന പഠനമായിട്ട് മാറുന്നുണ്ട്. അത് ഗാനരൂപത്തിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ആക്ഷൻ സോങ് ആയിട്ട് അവരത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട നമ്മുടെ നല്ല പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഗെയിമുകളൊക്കെ നടത്തി ആ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാനായിട്ടുള്ള മനോഹരമായ ക്രമീകരണങ്ങളാണ് ഈ അവധിക്കാല ബൈബിൾ ക്ലാസ്സിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഈ അവധിക്കാല ബൈബിൾ ക്ലാസ് നടത്തുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഇടവകൾക്കൊക്കെ ഒരു ആത്മീയ ചൈതന്യവും നിറവും പരിശുദ്ധാത്മാവിന്റെ കൃപയൊക്കെ ലഭിക്കുവാൻ വളരെയേറെ പ്രാധാന്യമുള്ളതായിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മുടെ സഭയിൽ, പ്രത്യേകിച്ച് രൂപതയിൽ നടക്കുന്നത്. അപ്പോൾ ഈ അവധിക്കാല ബൈബിൾ ക്ലാസിന്റെ ക്രമീകരണങ്ങൾ മുഴുവൻ നടത്തിയിരിക്കുന്നത് നമ്മുടെ മതബോധന ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന്റെ പ്രത്യേക ക്രമീകരണങ്ങൾ സ്രോതസ് വിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രൂപത്തിലുള്ള എല്ലാവരും ഈ ഒരു ശുശ്രൂഷ അനുഗ്രഹീതമായി തീരുവാൻ ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുകയും ഇതിന്റെ ക്രമീകരണം നടത്തിയിരിക്കുന്നിടത്തെല്ലാം ആത്മീയ ചൈതന്യങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അവധിക്കാലത്ത് നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ സൺഡേ സ്കൂൾ അധ്യാപകരോടും അതുപോലെ നമ്മുടെ വിശ്വാസ സമൂഹത്തോടും അതുപോലെ നമ്മുടെ സെമിനാരിക്കാരോടും വൈദികരോടും സന്യസ്തരോടും ചേർന്ന് പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നല്ല ഒരു സാക്ഷ്യം കൊടുക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ക്ലാസ്സുകളിൽ എല്ലാവരും വന്ന് സംബന്ധിച്ച് നമ്മുടെ വിശ്വാസവും സന്തോഷവും സ്നേഹമെല്ലാം അറിയാൻ ഇടയാകണമെന്നും പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സ്രോതസ് വിഷനും നമ്മുടെ മതബോധന ഡിപ്പാർട്ട്മെന്റിനും അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ക്രിസ്തുവനദർശനും അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന മറ്റു വൈദികർക്കും സന്യസ്തർക്കും ഓഫീസിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം ധാരാളമായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.